എൻ്റെ അടുത്ത് ഒരാൾ ചോദിച്ചു, നിനക്ക് അറിയോ മെച്യൂരിറ്റി എപ്പോഴാണ് വരുന്നതെന്ന്? മെച്യൂരിറ്റി എപ്പോഴാവുന്നതെന്ന് നമ്മളൊക്കെ പക്വതയാവുന്നത് എപ്പോഴാണെന്ന്. അപ്പോൾ എനിക്ക് പറഞ്ഞു എനിക്കറിയത്തില്ല, എനിക്ക് പക്വതയൊന്നുമില്ല, ഞാൻ മെച്യൂർഡ് അല്ലെന്ന് പറഞ്ഞു. മെച്യൂർഡ് അല്ലെന്ന് പറഞ്ഞാൽ എനിക്ക് മെച്യൂർഡായിട്ട് ജീവിക്കുന്നതുകൊണ്ട് താല്പര്യമില്ല. കാരണം നമുക്ക് മെച്യൂരിറ്റി എന്ന് പറയുമ്പോൾ സ്ട്രെസ്സിലോട്ടുള്ള ഒരു ജീവിതം, നമുക്ക് അങ്ങനെയുള്ളൊരു ഇതില്ല. കാരണം എല്ലാ ജോലിയാണെങ്കിലും എല്ലാം ഭയങ്കര ഹാപ്പിനെസ്സിലാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ അവിടെ മെച്യൂരിറ്റി കാണിക്കുന്നത് നമ്മളൊരു എന്താ പറയുന്നത്, ഒരു ഇല്ലായ്മ നമ്മൾ ഉണ്ടാക്കി കാണിക്കുകയാണ് മെച്യൂരിറ്റി എന്ന് പറയുന്നത്. നമ്മൾ നോർമലി എങ്ങനെ ജീവിക്കുന്നു ആ രീതി ജീവിച്ചു പോകാന്നുള്ളത്. അപ്പോൾ അയാൾ പറഞ്ഞ എൻ്റെ അടുത്ത് പറഞ്ഞ എന്താ അറിയാം, അയാൾ പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് ഒരുപാട് വിഷമം ഉണ്ടെങ്കിലും ബാക്കിയുള്ളവരുടെ അടുത്ത്, നമുക്ക് ഇഷ്ടപ്പെട്ട ആൾക്കാരുടെ അടുത്തെല്ലാം നമ്മൾ സന്തോഷമാണെന്ന് ഡിസ്പ്ലേ ചെയ്യാൻ പറ്റുന്നത് എപ്പോഴാണോ അപ്പോഴാണ് നമ്മൾ മെച്യൂർഡ് ആവുന്നത്. പക്ഷെ അത് ഒരു രീതി നോക്കിക്കഴിഞ്ഞാൽ ശരിയായിരിക്കാം, വേറെ ഉള്ള കാര്യം. പക്ഷെ എൻ്റെ കാര്യത്തിൽ അങ്ങനെയല്ല കേട്ടോ. എനിക്ക് വിഷമം വരുമ്പം എനിക്ക് ഡിസ്പ്ലേ ചെയ്യാൻ പറ്റത്തില്ല. വിഷമം വരുമ്പോൾ വിഷമം തന്നെയാണ് ഞാൻ. പക്ഷേ അത് മാറ്റിയെടുക്കാനുള്ള ഒരുപാട് ഉപാധികൾ എനിക്കുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു കൺസെപ്റ്റ് എനിക്ക് അത്ര ഇത് വരും. പക്ഷേ എനിക്ക് ചിന്തിച്ചപ്പോൾ അത് വേറെ ആൾക്കാർക്ക് അങ്ങനെ ഒരു രീതിയിലായിരിക്കാം. അപ്പോൾ ആ ഒരു രീതി പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം എന്താ പറയുന്നത്, അപ്പോൾ ആ ഒരു രീതി അല്ലാതെ നമ്മൾ ചിന്തിക്കുമ്പം ഇപ്പം ശബ്ദത്തിൻ്റെ ഉച്ചസ്ഥായി മൗനം എന്ന് പറയത്തില്ല. അപ്പം നമ്മൾ എപ്പോഴും വിഷമം വരുവാന്ന് വിഷമം ഇട്ട് മാക്സിമം എരിച്ചെരിച്ചെരിച്ചെരിച്ച് അതിൻ്റെ ഓപ്പോസിറ്റ് അങ്ങ് ആവും. ലാസ്റ്റ് എൻഡ് ആകുമ്പോഴത്തേക്ക് അതിന് ഏറ്റവും വലിയ സന്തോഷമാവും. അപ്പോൾ പീക്ക് ലെവൽ ഓഫ് സൗണ്ട് ഈസ് മ്യൂട്ട് എന്ന് പറയും. അപ്പോൾ ഉച്ചസ്ഥായി എപ്പോഴും മൗനമാണ് ശബ്ദത്തിൻ്റെ. അതേ രീതി തന്നെ